മോളെ, നീ വലിയ പ്രശ്നത്തിലാ കേട്ടോ. കല്യാണം ഒഴിഞ്ഞു, ഡൈവോഴ്സായി. എത്ര നാളായി? 2 മാസമായി. നിനക്ക് തീർത്താത്ത വലിയ പ്രശ്നമുള്ളേ. ബാധ്യതകളുടെ നടുക്കലാണ് നീ നിൽക്കുന്നേ. ദൈവം നിന്റെ സ്ഥിതിഗതികൾ മാറ്റാൻ പോവാ. പോലീസ് കേസിനോട് ബന്ധപ്പെട്ടൊരു കാര്യം നിന്റെ കൂടാരത്തിനകത്ത് വരത്തക്ക പോലെ പിശാച് കെട്ടിച്ചമച്ചോണ്ടിരിക്കുക. ഇന്ന് രാവിലെ അതെല്ലാം പൊട്ടിപ്പോകാൻ പോവാ. കർത്താവിനോട് പറഞ്ഞേ, നിന്റെ ജീവിതം ആട്ടിമുടി. സ്വാമിയുടെ പേരെന്തുവാ? സിബു. എത്ര വർഷമായി സ്വാമിയായിട്ട്? 55 വയസ്സുണ്ട്. ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ അറിയാം. എന്തുവാ? 30 വർഷം നാടകം. 30 വർഷം നാടകത്തിലായിരുന്നു. യേശുവിനോട് പറയുക, ഞാൻ സ്വാമിയെ കാണുമ്പോൾ കർത്താവിനോട് പറയുക, ഇതിനു മുൻപ് സ്വാമി അല്ലായിരുന്നു, നാടക നടനായിരുന്നു. പക്ഷെ ഇന്ന് ഈ ജീവിതത്തിന്റെ അവസ്ഥയില്ല. ആരും നിങ്ങൾക്കില്ല കേട്ടോ. ഒരു സ്ഥലത്ത് കയറിക്കൂടിയതാ നിങ്ങൾ. ജീവിതമൊക്കെ ആട്ടിമുടിയെന്ന് മാറാൻ പോവാ. ദൈവം എന്നോട് പറയുക, ഈ കാഷായ വേഷത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതത്തിന്റെ ശൈലിയ ദൈവം നിങ്ങൾക്ക് തരാൻ പോവാ. ഒന്ന് കൈയടിച്ചു ദൈവത്തിന് ഉറച്ചൊരാ ആമീൻ പറയാൻ പറ്റുമെങ്കിൽ എല്ലാരും കൂടെ ആമീൻ പറഞ്ഞേ. എനിക്ക് 2 അച്ഛനുണ്ട്. അറിയാൻ നിന്റെ അവസ്ഥ അതുപോലെ. നിന്റെ കല്യാണം പോയി. നിന്റെ അനിയത്തി എന്ത് ചെയ്യും? നീ വിദേശത്ത് പോയായിരുന്നു. എന്നിട്ട് ശരിയായില്ലയോ? 1 മാസമായി വന്നിട്ട് ഞാൻ കാണുക. എന്നോട് ദൈവം പറയുന്നത് ഈ ബ്യൂട്ടീഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ഈ ബ്യൂട്ടീഷ്യനാ. കർത്താവ് ഇന്ന് രാവിലെ ഒരു അത്ഭുതം ചെയ്യാൻ പോവാ. മോളെ, ഒരു കാര്യം നിന്നോട് പറയുക, യേശുവിന് വേണ്ടി ജീവിക്കണം. ആദ്യമായിട്ട് കാണുക എന്നെ, അല്ലേ? സ്വാമിക്ക് എന്നെ പരിചയമുണ്ടോ? ആദ്യമായിട്ട് കാണുക. സ്വാമി നാടകക്കാരനൊന്നും എനിക്കറിയത്തില്ല. അറിയാം? ഇല്ല. ബാക്കിയെല്ലാം എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട് ഞാൻ. കൈയടിച്ച് യേശു എന്ന് വിളിച്ചോ.